നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പഴക്കമേറിയ നഗരസഭകളിൽ ഒന്നാണ് ഇരിങ്ങാലക്കുട. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി UDF-നാണ് ഇരിങ്ങാലക്കുടയിൽ ഭരണം. കപ്പിനും ചുണ്ടിനും ഇടയിലാണ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായത്. 2020-ൽ 8 സീറ്റുകൾ നേടി BJP നേട്ടമുണ്ടാക്കി. കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും അനുഷ്ഠാന കലകളുടെയും നാട്. കേരള ചരിത്രത്തിലും രാഷ്ട്രീയത്തിലും ഇരിങ്ങാലക്കുടയ്ക്ക് പ്രാധാന്യം ഏറെയാണ്. സംസ്ഥാനത്തെ ഏറ്റവും പഴക്കമേറിയ നഗരസഭകളിലൊന്ന്. 1936 ഫെബ്രുവരിയിൽ രൂപീകൃതമായ നഗരസഭയ്ക്ക് 89 വർഷത്തെ ചരിത്രം പറയാനുണ്ട്. ആകെ 41 ഡിവിഷനുകൾ. UDF 17, LDF 16, BJP 8 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. നഗരസഭ UDF ഭരിക്കുമ്പോൾ നിയമസഭയെ പ്രതിനിധീകരിക്കുന്നത് CPIM നേതാവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ R. ബിന്ദുവാണ്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് മണ്ഡലം നൽകിയത് 13,016 വോട്ടിന്റെ നിർണായക ഭൂരിപക്ഷം. നഗരസഭാ ഭരണത്തിൽ വലിയ മേൽക്കോയ്മ തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ദശാബ്ദങ്ങളായി അവകാശപ്പെടാനുള്ളത്. എന്നാൽ 25 വർഷത്തിലേറെയായി ഭരണത്തിലുള്ള UDF-നെതിരെ വികസന പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി വലിയ വിമർശനമാണ് രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നത്. 3 ടേമിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ 16 LDF-ഉം 17 UDF-ആണ്. ഒരു സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ ഭൂരിപക്ഷം ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ UDF സംവിധാനത്തിനുണ്ട് എന്ന് പറയാൻ കഴിയില്ല. 1/4 നൂറ്റാണ്ടിലേറെ തുടരുന്ന ഭരണത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചെന്നാണ് UDF-ന്റെ അവകാശവാദം. കോൺഗ്രസിനുള്ളിലെ പ്രാദേശിക തർക്കങ്ങളും ഗ്രൂപ്പ് പോരും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ UDF-ന് തലവേദനയാണ്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾ രാഷ്ട്രീയ ആയുധമാക്കി BJP നേട്ടമുണ്ടാക്കി. സുരേഷ് ഗോപിക്കായി നടന്ന വൻ പ്രചാരണവും പാർട്ടിയുടെ പ്രവർത്തനവും നഗരത്തിൽ BJP-യുടെ അടിത്തറ ശക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിനെതിരായ റിസർവ് ബാങ്ക് നടപടിയും കരുവന്നൂരിനൊപ്പം തന്നെ ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചാരണ വിഷയമാക്കാനാണ് BJP ശ്രമിക്കുന്നത്. പ്രതിപക്ഷം ശരിക്കും BJP തന്നെയാണ്. BJP ശക്തമായ രംഗത്ത് വന്നതോടുകൂടിയാണ് ഇപ്പോൾ അവർക്ക് പതർച്ച വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ BJP സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷമായാലും മറ്റു കോൺഗ്രസ് ആയാലും ശരിക്കും പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സോളിഡ് പ്രൂഫ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഭരണം നിലനിർത്താൻ UDF-ഉം വീണ്ടും അധികാരത്തിലെത്താൻ LDF-ഉം നില മെച്ചപ്പെടുത്താൻ BJP-യും പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് മലയാളം, തൃശൂർ.